സൂപ്പർമാനും ബാറ്റ്മാനും ഒക്കെ ശരിക്കും ഉള്ളതാണോ? പിന്നെ അങ്ങനെയല്ലേ ശങ്കുട്ടേട്ടാ? ഈ സൂപ്പർമാനും ബാറ്റ്മാനൊക്കെ അടികൂടിയാ ആരാ ജയിക്കുക? സൂപ്പർമാൻ സൂപ്പർ അല്ലേ? പക്ഷെ സച്ചിൻ ടെണ്ടുൽക്കറിനൊക്കെ ഇഷ്ടം ബാറ്റ്മാനെയാ. പാവി, നിനക്കൊന്നും അറിയില്ലല്ലോ. ഓരൊക്കെ ബാറ്റ്മാന്റെ കവിൽ കള്ളും പോയി നേർച്ചയ്ക്ക് കൊടുത്തിട്ടാ സൂപ്പർ ബാറ്റ്മാനായത്. എനിക്കൊരു സൂപ്പർ ബാറ്റ്മാനാണ്. അങ്ങനെയല്ലേ? നമുക്ക് ആ പുണ്യനോട് ചോദിച്ചിട്ട് ബാറ്റ്മാന്റെ കാൽ പോവാട്ടോ മാരി. ദുറൈസുങ്കോ ഇന്ന അയച്ചിടാ ഉനക്ക് അന്തപ്പനൊക്കെ കമ്പനിക്കാരല്ലേ? ആര് ജയിച്ചാലോ ഒരുപോലെ അല്ലടാ. മുത്തച്ഛൻ്റെ കഥയൊക്കെ പഴങ്കഥയാ. ഈ പുതിയത് ഏതെങ്കിലും നോക്കടാ. പണ്ടത്തെ പോലെ ഒന്നല്ലട്ടാ പൂരം. പ്രാവശ്യം അച്ഛൻ്റെ അപ്പുറം പോകാനുള്ളതാ. അന്തപ്പന്റെ കഥ പുളുക്കലാണമ്മേ. അങ്ങനെ ശ്രീരാമചന്ദ്ര ഭഗവാൻ കൊടുത്തയച്ച 24 കാരറ്റിന്റെ ഡയമണ്ട് മോതിരം സീതാദേവിക്ക് കൊടുത്ത ഹനുമാനെ രാവണന്റെ പോലീസുകാർ AK-47 തോക്കുപയോഗിച്ച് വെടിവെച്ചു. പറന്നു വരുന്ന 100 കണക്കിന് വെടിയുണ്ടകൾ കണ്ട ഹനുമാൻ തന്റെ വീട്ടിൽ മറന്നു വെച്ചിട്ട് വന്ന ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റിനെ കുറിച്ചോർത്ത് പകച്ചുപോയി. നിരാശനായ ഹനുമാൻ വേദനയിൽ ഒന്ന് കരഞ്ഞു, അമ്മച്ചിയെ രക്ഷിക്കണേ. അതാ വരുന്നു സൂപ്പർമാൻ, സ്പൈഡർമാൻ, ബാറ്റ്മാൻ. 100-110 പറന്നു വരുന്ന സൂപ്പർമാൻ ബുള്ളറ്റുകൾ ഓരോന്നായി പിടിച്ചെടുത്ത് പോക്കറ്റിലിട്ടു. ഉത്തരത്തിന് മുന്നിൽ തൂങ്ങിക്കിടന്ന് വലവീശി ബുള്ളറ്റുകൾ ചാക്കിലാക്കുന്ന സ്പൈഡർമാൻ. ബാക്കിയുള്ള ബുള്ളറ്റുകൾ തന്റെ MRF ബാറ്റ് ഉപയോഗിച്ച് സിക്സർ അടിക്കുന്ന ബാറ്റ്മാൻ. ലെഗ് ഫിനിഷ്. ശേഷം ഉത്തമ പുരുഷനും മര്യാദാരാമനുമായ ശ്രീരാമചന്ദ്ര ഭഗവാൻ തെളിവിനായി സീതാദേവിയുടെ സ്ക്രഞ്ചീസ് വാങ്ങി ലങ്ക ബോംബിട്ട് തിരിച്ചുപോയി. മിഷൻ സക്സസ്. ആദ്യത്തെ കാറ്റത്തും മഴയത്തും ഒന്നും സംഭവിക്കാത്തവർക്ക് രണ്ടാമതൊരു കാറ്റും മഴ വന്നാൽ എന്ത് സംഭവിക്കാനാ? അതിന് ലോജിക്കിലൊരു പ്രശ്നമില്ലേ? ഇല്ല മാരി. പിന്നെ കാശിക്ക് പോയി ആരെങ്കിലും കാശിക്ക് എത്താതെ കിട്ടുന്നുണ്ടോ? ഒരാളെങ്കിലും എത്തൂലേ? ഇല്ല ഭായി മോളെ. ഇത്തവണങ്ങളെ കാവില് പൂരത്തിന് ആനയെ കൊണ്ടിരുന്നതേ ഞങ്ങൾ അമ്പലത്തിൽ നിന്നാ. ആനയ്ക്കുള്ള പൂരായില്ലേ? ഇറങ്ങിട്ട് എടുത്തോടാ. റുപ്യേ ഫ്രണ്ടിലിരുന്ന് 2 റുപ്യ. എന്റെ അച്ഛന്മാര് പറ്റിക്കാൻ നിൽക്കല്ലേ ഈ വേഗം പൈസ ഇട്.
പുണ്യേട്ടാ, ഈ ഹനുമാന്റെ ആരാ സൂപ്പർമാൻ? അത് കൊച്ചാപ്പന്റെ മോൻ. അപ്പൊ ബാറ്റ്മാനോ? എടാ ഇവരൊക്കെ കസിൻസ് ആടാ. അപ്പൊ ഇതിൽ ആർക്കാ ശക്തി കൂടുതൽ? ഇവർക്കൊക്കെ എന്ത് ശക്തി? ശക്തി നമ്മുടെ ശക്തിമാനല്ലേ. എടാ ഈ ശക്തിമാനെ യഥാർത്ഥ രാജ്യസ്നേഹിയോ എളിമയോട് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു മനുഷ്യനായതുകൊണ്ടാണ് ഈ ബാറ്റ്മാനും സൂപ്പർമാനൊക്കെ അമേരിക്ക കിടന്ന് ഇങ്ങനെ മെയിനാവുന്നത്. ഈ ശക്തിമാൻ അങ്ങോട്ട് ചെന്ന് നോക്കണോ, ഇച്ചളൊക്കെ ആപ്പീസ് കൂട്ടു. അല്ല ശങ്കോ, ഈ സ്കൂളിൽ എന്തോ കഥ പറഞ്ഞ് തോറ്റു തൂറിപ്പോയിന്ന് ചെക്കന്മാര് പറഞ്ഞു. എന്തോ പിച്ചേ? മാന്യ സദസ്സിന് നമസ്കാരം. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് മണ്ണാങ്കട്ടയും കരിയിലെയും കാശിക്ക് പോയ കഥയാണ്. ഒരിക്കൽ മണ്ണാങ്കട്ടയും കരിയിലെയും കാശിക്ക് യാത്ര പോയി. കളിച്ചും ചിരിച്ചും ഉല്ലസിച്ചുമായിരുന്നു അവരുടെ യാത്ര. പെട്ടെന്ന് എവിടെ നിന്നോ കാറ്റ് വീശാൻ തുടങ്ങി. കാറ്റിൻ്റെ ശക്തി കൂടി വന്നതോടെ കരിയില കിടുകിടാ വിറയ്ക്കാൻ തുടങ്ങി. മണ്ണാങ്കട്ട വേഗം കരിയിലയുടെ മുകളിൽ കയറിയിരുന്നു. കാറ്റ് അവസാനിച്ചതോടെ മണ്ണാങ്കട്ടയും കരിയിലയും വീണ്ടും യാത്ര തുടർന്നു. കുറേ ദൂരം സഞ്ചരിച്ചപ്പോൾ മഴ പെയ്യാൻ തുടങ്ങി. ഇപ്രാവശ്യം മണ്ണാങ്കട്ടയാണ് പേടിച്ചത്. മഴ കൊണ്ടാൽ മണ്ണാങ്കട്ട അരിഞ്ഞില്ലാതാകില്ലേ? കരിയില എന്തു ചെയ്തെന്നോ, മണ്ണാങ്കട്ടയുടെ മുകളിൽ കയറി ഒരു കുട പോലെ ഇരുപ്പായി. മഴ തോർന്നതോടെ ഇരുവരും യാത്ര വീണ്ടും തുടർന്നു. കുറേ ദൂരം സഞ്ചരിച്ചപ്പോൾ വീണ്ടും കാറ്റ് വീശാൻ തുടങ്ങി. കാറ്റിനൊപ്പം ശക്തമായ മഴയും എത്തി. ഇപ്രാവശ്യം കൂട്ടുകാർക്ക് പരസ്പരം സഹായിക്കാൻ കഴിഞ്ഞില്ല. പാവം മണ്ണാങ്കട്ടയും കരിയിലയും. കരിയില കാറ്റത്ത് എങ്ങോട്ടോ പറന്നു പോയി. മണ്ണാങ്കട്ട മഴയത്ത് അലിഞ്ഞലിഞ്ഞില്ലാതായി. അന്തപ്പൻ്റെ കയ്യിൽ കുറേ ലൈറ്റ് കത്തുന്ന വാച്ച് ഉണ്ട്. അതിനോട് എന്ത് പറഞ്ഞാലും അത് പെട്ടെന്ന് സാധിച്ചു തരും. ഇപ്രാവശ്യത്തെ പൂരത്തിന് അങ്ങനത്തെ എന്തെങ്കിലും വാങ്ങണം. ശരിയാ, നമുക്കും ആരെങ്കിലുമൊക്കെ വേണം. എന്നാലേ കളിക്കാനൊക്കെ ഒരു രസം ഉണ്ടാവും. നമ്മളിപ്പോൾ എന്താ വാങ്ങാൻ ശങ്കു ഏട്ടാ? നമ്മളിപ്പോൾ ഏത് സൂപ്പർ ഹീറോയെ വാങ്ങുക? എടാ, ഈ സൂപ്പർ ഹീറോനൊക്കെ ആർക്കും വാങ്ങാൻ പറ്റൂ. നമുക്ക് ആർക്കും വാങ്ങാൻ പറ്റാത്ത ഈ സൂപ്പർ ഹീറോനെ ഉണ്ടാക്കിയാലോ? തടി മൂളോ, അത്ര തന്നെ തടി കണ്ടാൽ തന്നെ പേടിയാവും. പത്തടിയോ? പത്തടി വെച്ച് എത്ര ഉണ്ടാവും? അതാ മുത്താച്ചിപ്പാറയിൽ അത്ര ഉണ്ടാവും. ഒന്ന് പോരാണ്, അതൊരു പണേൻ്റെ അത്രയുണ്ടാവും. എത്ര വലിപ്പം ഉണ്ടെങ്കിലും അതിന് ഗോതമ്പ് സിറ്റിയെ രക്ഷിക്കാൻ പറ്റുമോ? പിന്നെ വല വീശി പിടിക്കാൻ പറ്റുമോ? കണ്ണി കൂടെ തീ വിടാൻ പറ്റുമോ? തീ കൂടെ മണ്ടും, തീയിൽ കിടക്കും. നമ്മൾ നാട്ടുകാരെല്ലാരും രക്ഷിച്ചു എന്നാ മാരി പറഞ്ഞേ. പിന്നെ ഓരോ സൂപ്പർ ഹീറോ ഇങ്ങനെ ആർക്കും വാങ്ങാൻ പറ്റൂല. എന്താ ചുപ്രാണ്ടി ചിരിക്കുന്നേ? അന്റെ അച്ഛൻ ചത്തോ?
സൂപ്പർ ഹീറോയെ. You either die a hero or live long enough to see yourself become the villain. എടാ മണ്ടന്മാർക്കൊന്നും മനസ്സിലായില്ല. എടാ ഇതാണ് അവനൊക്കെ സൂപ്പർ ഹീറോ. കണ്ടിട്ട് പൊട്ട പോലെ ഉണ്ടല്ലോടാ. ഊരിക്കലടാ അവനൊക്കെ പൊട്ട കുപ്പായം. ശങ്കുട്ടാന്റെ ഈ മുഖംമൂടി ഊരിയ നിങ്ങൾ ഞങ്ങളെയൊക്കെ ചിരിക്കുന്നത് നിർത്തുവോ? ജിം ചക്ക ജിം ജിം ചക്ക ജിം ചക്ക ജിം ജിം ചക്ക. നിങ്ങൾ നിങ്ങളെ സൂപ്പർ ഹീറോയെ നേരിട്ട് കണ്ടുണ്ടോ? തൊട്ടിട്ടുണ്ടോ? ഒരാള് മിണ്ടിണ്ടോ? അങ്ങനെയാണെങ്കിൽ ആർക്കാ ശക്തി നോക്കടാ. ഇറങ്ങി വാടാ. എടാ ചങ്കര, Do you bleed? ഇപ്പൊ മനസ്സിലാടാ ആർക്കാ ശക്തിനെ. വാടാ. ഞാനൊരു കഥ പറയട്ടെ.
ഏത് കഥ? എടി ഭാവി, ഞാൻ അന്ന് പറഞ്ഞില്ലേ, അതന്നെ മണ്ണാങ്കട്ടയും കരിയിലെയും കാശിക്ക് പോയ കഥ.